ഒറ്റൊരുത്തിനും സ്വീകരിക്കണ്ട. ആ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, ഉമർ ഒരാൾ കടം കൊടുത്തിട്ട് അവൻ ചെച്ച് തരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ മൂപ്പര് നട്ടുച്ചക്ക് വെയിലത്ത് നടന്നിട്ട് റോട്ടിൽ പോകുമ്പോൾ വലിയ കെട്ടിടമുണ്ട്, കെട്ടിടത്തിന്റെ നിഴലുണ്ട്, അതിന്റെ തണല്. അപ്പൊ അവർ പറഞ്ഞു, അല്ല അബൂ ഹനീഫ ഇമാമേ, നിങ്ങൾ ഈ നട്ടാ വെയിലത്ത് നടക്കുന്നതിന് നിങ്ങൾക്ക് ആ ബിൽഡിങ്ങിന്റെ തണലിൽ പോയിക്കൂടെ, എന്റെ തണലുണ്ടല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്റെ അടുത്ത് കടം വാങ്ങിനി, ഞാനിപ്പോ ആ തണലിൽ നടന്നാൽ ഓന്റെ കടം കൊടുത്തതിന്റെ ബഡ്ഡിയായി പോകും. കണ്ട, അത് ബഡ്ഡിയായി പോവും, ഓന്റെ തണലിൽ ഞാൻ പോകുന്നില്ല. ഇതാ ഇസ്ലാം. ഈ കുപ്പായല്ല ഇസ്ലാം. നീ കരിച്ചിട്ട് ഇങ്ങനെ പായ്ക്ക് തെരച്ചെങ്കിൽ നെറ്റിയെല്ലാം കറുക്കോടോ, ആ കറുത്തിട്ടൊന്നും കാര്യമില്ല. അതൊന്നും ഇപ്പൊ അള്ളാഹ് നോക്കുന്നില്ല, നെറ്റി കറുത്തിനാ ഇല്ലേന്ന്. അള്ളാഹുവിന്റെ നോട്ടം നിന്റെ ഖൽബ് എങ്ങനെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യൂല, കുറ്റവും തെറ്റൊക്കെ നമ്മൾ ചെയ്യും. അള്ളാഹു നമുക്കെല്ലാം പുറത്തു വരട്ടെ. മനസ്സിലായോ? അങ്ങനെ കേൾക്കുന്ന ഒരു മധ്യസ്ഥനും പിടിക്കണ്ട. ഓന് മധ്യസ്ഥം വഹിക്കാൻ അറിയോ, ഓന് പഞ്ചായത്തേക്ക് ആക്കാൻ അറിയോ, ഓന് ശരീഅത്ത് അറിയോ? ശരീഅത്തിന്റെ തുലാസിൽ തൂക്കണം. 2 തുലാസില്ലേ? പണ്ട് തുലാസിൽ തൂയിക്കോണം, ഇപ്പൊ തുലാസില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ആടെ നമ്പർ കിട്ടുന്നു. അത് ഇപ്പൊ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് തിരിയില്ല. പണ്ട് തുലാസല്ല ഞാൻ തൂക്കുന്നത്, ഇതിൽ കല്ല് വെച്ചിട്ട് ഇതിൽ സാമം വെക്ക തൂക്കാം. അപ്പൊ അതിന്റെ മുകളിൽ ആ സൂചി മീത്ത നോക്കും. ആ സമയം കുറച്ച് ചില ആൾ ആടും തന്നെ എടുക്കുന്നു, ഓനെ കുരുത്തം കെട്ടൂല. ആടും പഠിച്ചുകൂടാ, ശരിക്കും നിൽക്കണം. അതാണ് വൈലുൽ മുത്തഫിഫീൻ. അല്ലാഹു പറഞ്ഞു, ഒരു കൂട്ടം അളന്നിട്ടും തൂക്കിയിട്ടും കൊടുക്കുന്ന ആൾക്കാണ് നരകം. അല്ലാഹു പറഞ്ഞു. അതാരാണ്? ജനങ്ങളെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താക്കും? ചുരുക്കി കൊടുക്കും. ഇങ്ങോട്ട് എടുക്കുമ്പോൾ ജാസ്തി എടുക്കും. ഇതൊക്കെ കാണാൻ പാടറിയുന്നു. അങ്ങനെ പറഞ്ഞു. അതെ, ഖുർആൻ ഓതാൻ പേടിയാണ്. ഇതിപ്പോ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. പണ്ട് നിങ്ങൾ മാത്രം കേട്ടു, ഇപ്പൊ ലോകത്തിൽ കേൾക്കുന്നു കുറെ ആൾ. ആ പണ്ടാരം പിടിച്ചോ ഖുർആൻ നോക്കുവാൻ അറിയുന്നില്ല, മുണ്ടാണ്ടിരുന്നൂടെ എന്ന് പറയുന്ന ആളുണ്ടാവും. ഇപ്പൊ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളിൽ എന്റെ പിരിസപ്പെട്ട ആളാ, എന്നെ കാണാൻ കഴിയാത്തോളും കേൾക്കും. ഒന്ന് സലാമത്താക്കി തരട്ടെ. അതിന് എനിക്ക് നല്ലോണം അതറിയും. സർവീസ് തന്നെ ഉണ്ട്, അതിന്റെ എന്റെ ഇതിൽ പെട്ടതുണ്ട്. അപ്പൊ പേടിയാകും. അപ്പൊ കൊടുക്കുമ്പോ